വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിലാണ്, ഒന്നാമത്തെ ക്യാൻഡോ രണ്ടാമത്തെ അധ്യായത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ആ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് പരോധർമ്മം അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് വാസുദേവനെ തന്നെ ആരാധിക്കണം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് മറ്റ് ദേവീ ദേവന്മാരെ അല്ലെങ്കിൽ ഘോരരൂപികളായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ ഒന്നും ആരാധിക്കരുത്, അതുമാത്രമല്ല മനുഷ്യരെ, അങ്ങനെ അവതാരങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ എന്തുകൊണ്ട് ആരാധിക്കാൻ പാടില്ല. ആക്ച്വലി ആരാണ് മുമുക്ഷു എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. മുമുക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൗതിക ലോകത്തിൽ നിന്നും വിടുതൽ നേടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഭഗവത് വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പോകാൻ, ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് മുമുക്ഷുക്കൾ എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മുമുക്ഷുക്കൾ എന്ന് പറയുന്നത് ആരെയാണ്? ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും രക്ഷപ്പെട്ട് ആധ്യാത്മിക ലോകങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് മുമുക്ഷുക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ, വാസുദേവനെ ആരാധിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. കാരണം എന്താണ്? വാസുദേവനാണ് ഈ ആധ്യാത്മിക ലോകങ്ങളിലേക്ക് നമ്മളെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന ഒരേ ഒരാൾ. ഈ ത്രിഗുണങ്ങളിൽ നിന്നും അതീതനായിരിക്കുന്ന ഒരേ ഒരാൾ വാസുദേവനാണ്. ബ്രഹ്മദേവൻ ആദിയായ ദേവന്മാരെല്ലാവരും ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ എല്ലാം വാസസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, സത്യലോകം അങ്ങനെയുള്ള വാസസ്ഥാനങ്ങളെല്ലാം പറയുന്നത് നമ്മളുടെ കണക്കുകൂട്ടലുകളെക്കാളും അതിൽ പറയുന്നതിനെക്കാട്ടിലും ഒരുപാട് ജീവിത ദൈർഘ്യം കൂടുതലുള്ളതാണെങ്കിലും ഒരിക്കൽ അതും എന്ത് ചെയ്യപ്പെടും? ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു മുഴുവൻ 14 ലോകങ്ങളും ദേവീദേവന്മാരുടെ ആവാസസ്ഥാനങ്ങളായിട്ടുള്ള എല്ലാ ലോകങ്ങളും എന്ത് ചെയ്യപ്പെടും? പ്രളയം എന്ന് പറയുന്ന ആ ഒരു ഇതില് അത് നശിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ അത് തിരിച്ച് ഭഗവാൻ അത് തിരിച്ച് എന്ത് ചെയ്യും? തിരിച്ചെടുക്കും, വീണ്ടും അത് സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അത് ടെമ്പററി ആണ്. അപ്പൊ എവിടെ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല? ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഇതൊരു ബേസിക് ലോജിക്കാണ്. അപ്പോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏത് ദേവീദേവന്മാരെ ആരാധിച്ചാലും എന്താണ് ഫലം? താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെ ആരാധിക്കരുത് എന്ന് പറയുന്നത് തെറ്റായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പാടില്ല, ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണം. എന്താണ് ശരിയായ അർത്ഥം? മുമുക്ഷുക്കൾ, അതായത് ഭൗതിക ലോകത്തിൽ നിന്നും വിടുതൽ നേടാൻ ആഗ്രഹിക്കുന്നവർ. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പിന്നാലെ പോകാതെ എന്ത് ചെയ്യും? മോക്ഷം അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നിന്നുള്ള വിടുതലാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വാസുദേവനെ തന്നെ ആരാധിക്കണം എന്നാണ് ഭാഗവതം പറയുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. 28ാമത്തെ ശ്ലോകമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആ ശ്ലോകം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രത്യേകതയുള്ള ഒരു ശ്ലോകമാണ്. എന്തുകൊണ്ടാണ് വാസുദേവനെ ആരാധിക്കണം എന്ന് പറയുന്നത്? വാസുദേവൻ മാത്രമാണ് ആരാധനയ്ക്ക് എന്ത് ചെയ്യുന്നത്? മുമുക്ഷുക്കളുടെ ആരാധനയ്ക്ക് അർഹനായവൻ. ബാക്കിയുള്ളവർക്കെല്ലാം ആരാധിക്കാം. ഭഗവത്ഗീത പറയുന്നുണ്ട്, കാമൈസ്തൈസ്തൈർ ഹൃദജ്ഞാന പ്രപദ്യന്തെ അന്യദേവത. നിങ്ങൾക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും അന്യദേവതമാരെ ആരാധിക്കാം. പക്ഷേ അതെല്ലാം താൽക്കാലികമായിരിക്കും. അതുകൊണ്ട് ഈ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ നേടിയിട്ട് എന്ത് പ്രയോജനം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭക്തി അല്ലെങ്കിൽ പരോധർമ്മം സ്വീകരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർ ആരെ ആരാധിക്കണം? വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത, അല്ലെങ്കിൽ പരോധർമ്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഭഗവാനോടുള്ള ഭക്തിയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാനെയും ഗുരുവിനെയും നമുക്ക് പ്രണമിക്കാം. जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवर
वरधारी जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन जमुना तीरवनचारी जमुना तीरवनचारी जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरानिताय गौरानिताय जय गौरानिताय जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमः। ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ശ്ലോകം എന്ന് പറയുന്നത് 28ാമത്തെ ശ്ലോകമാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് 34 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 1.2.28 and 29 ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ശ്ലോകം. ഞാൻ ആ ശ്ലോകം ഒന്ന് പാടാം. കേൾക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ശ്ലോകം വായിക്കാം. 28 and 29 രണ്ടും ഒരുമിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാസുദേവ പരാ വേദ വാസുദേവ പരാമഖ വാസുദേവ പരാ യോഗ വാസുദേവ പരാ ക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപഃ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാ ഗതി വാസുദേവ പരാ വേദ വാസുദേവ പരാമഖ वासुदेव परा योगा वासुदेव परा क्रिया वासुदेव परं ज्ञानं वासुदेव परं तपः वासुदेव परो धर्मो वासुदेव परा गति. നോക്കൂ, ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ വാസുദേവനെ ആരാധിക്കണമെന്ന് പറയുന്നതിന് കൂടുതൽ എക്സാമ്പിൾ പറയുകയാണ് സൂത ഗോസ്വാമി അവിടെ. അതിന്റെ വിവർത്തനം നമുക്ക് നോക്കാം. വെളിപ്പെട്ട ധർമ്മശാസ്ത്ര വിജ്ഞാനത്തിന്റെ ആത്യന്തിക പൊരുളായ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. വാസുദേവ പരാ വേദ, അതായത് ധർമ്മശാസ്ത്രങ്ങൾ, വേദങ്ങൾ, അതിന്റെ എല്ലാത്തിന്റെയും ആത്യന്തിക പൊരുൾ എന്ന് പറയുന്നത് വാസുദേവനാകുന്നു. പിന്നെ വാസുദേവ പരാ മഖ, മഖ എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങൾ. അപ്പോൾ പരമദിവ്യോത്തമ പുരുഷനെ പ്രീതിപ്പെടുത്തുന്നതാണ് യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം. വാസുദേവ പരാ മഖ, മഖ എന്ന് പറഞ്ഞാൽ സാക്രിഫൈസസ്,
ഇനി വാസുദേവ പരാ യോഗ. യോഗ പരമദിവ്യോത്തമ പുരുഷനെ സാക്ഷാത്കരിക്കാനുള്ളതാകുന്നു. എന്താണ് യോഗ. ഇനി വാസുദേവ പരാ ക്രിയ. ക്രിയ എന്ന് പറഞ്ഞാൽ സകല കർമ്മങ്ങളും സർവകർമ്മഫലങ്ങളും പരമദിവ്യോത്തമ പുരുഷനാണ് പരമമായി പ്രദാനം ചെയ്യുന്നത്. ഇനി വാസുദേവ പരം ജ്ഞാനം. പരമജ്ഞാനം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാകുന്നു. ഇനി വാസുദേവ പരം തപഃ. മാത്രവുമല്ല സമസ്ത കഠിന നിഷ്ഠകളും വൈരാഗ്യങ്ങളും തപശ്ചര്യകളും അനുഷ്ഠിക്കുന്നത് ഭഗവാനെ മനസ്സിലാക്കുവാനാണ്. വാസുദേവ പരോ ധർമ്മോ. ഭഗവത് ഭക്തിയുത സേവന സമർപ്പണമാണ് മതം. ഇനി വാസുദേവ പരാഗതി. ജീവിതത്തിന്റെ നിയാത്മക ലക്ഷ്യം അല്ലെങ്കിൽ നിയാമക ലക്ഷ്യം പരമദിവ്യോത്തമ പുരുഷനാകുന്നു. നോക്കൂ, ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വൈദിക ശാസ്ത്രങ്ങൾ, എസെൻസ് ഓഫ് ഓൾ വേദിക് സ്ക്രിപ്റ്റേഴ്സ് എന്ന് ഈ സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷിമാർ ചോദിച്ചു. എത്രാമത്തെ ക്വസ്റ്റ്യൻ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗുഡ് ഫോർ ഓൾ, അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ. അതിന്റെ ഉത്തരം ഭക്തി. രണ്ടാമത്തെ ചോദ്യം എസെൻസ് ഓഫ് ഓൾ സ്ക്രിപ്റ്റേഴ്സ്. അതിന്റെ ഉത്തരം ഭക്തി. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എല്ലാ വേദങ്ങളിൽ നിന്നും അറിയേണ്ടവൻ ആരാണ്? വാസുദേവനാണ്. വാസുദേവൻ തന്നെയാണ് എല്ലാ വേദങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത്. എവിടെയാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു റെഫറൻസ് ഉള്ളത്? ശ്രീമദ് ഭഗവത്ഗീത. അവിടെ എന്താണ് ഭഗവാൻ പറയുന്നത്? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത സ്മൃതിർ ജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈർ അഹം ഏവ വേദ്യ വേദാന്തകൃത് വേദവിദ് ഏവ ച അഹം. അതിന് രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഭഗവാൻ പറയുകയാണ്, സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ട. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ വന്നിട്ട് സന്നിവിഷ്ടനായിരിക്കുന്നു പരമാത്മരൂപേണ. മത സ്മൃതിർ ജ്ഞാനം അപോഹനം. ഓർമ്മയും ബുദ്ധിയും പിന്നെ മറവിയും ഞാൻ തന്നെയാണ്. അത് ആവശ്യമുള്ളവർക്ക് എല്ലാം കൊടുക്കുന്നത് ആരാണ്? ഞാൻ തന്നെയാണ് നൽകുന്നത്. മത സ്മൃതിർ ജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈർ അഹം ഏവ വേദ്യ. വേദ്യ എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടവൻ അല്ലെങ്കിൽ അറിയേണ്ടവൻ. വേദൈശ്ച സർവൈർ അഹം ഏവ വേദ്യ. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പറയുകയാണ്, എല്ലാ വേദങ്ങളിലും വെച്ച് അറിയേണ്ടത് എന്നെയാണ്. എവിടെ? ഭഗവത്ഗീതയിൽ. ഇവിടെയും അങ്ങനെ തന്നെ പറയുന്നു, വാസുദേവ പരാവേദ. ഒരു കൺഫ്യൂഷനും ഇല്ല. ഭാഗവതം ഭഗവത്ഗീത രണ്ടും വന്നിട്ട് ഈ ഒരു കാര്യത്തെ ഏകകണ്ഠമായിട്ട് ഉദ്ഘോഷിക്കുന്നു. വാസുദേവ പരാവേദ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട മത സ്മൃതിർ ജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവേ അഹം ഏവ വേദ്യ. അത് മാത്രമല്ല വേദാന്തകൃത് വേദവിദ് ഏവ ച അഹം. ഈ രണ്ട് കാര്യം കൂടിയുണ്ട്. വേദാന്തകൃത് എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങളുടെ എല്ലാം ഒറിജിൻ എന്നിൽ നിന്ന് തന്നെയാണ്. ആദ്യമായിട്ടുണ്ടായ ജീവാത്മാവ് ബ്രഹ്മദേവൻ ഗർഭോദകശായി വിഷ്ണുവിന്റെ ഉദരത്തിൽ നിന്നുണ്ടായ ആ പങ്കജത്തിൽ വന്നിട്ട് അംഭോജ സംഭവൻ അല്ലെങ്കിൽ പങ്കജ സംഭവൻ എന്ന് പറയുന്ന ബ്രഹ്മദേവൻ, ഫസ്റ്റ് ലിവിങ് എൻറ്റിറ്റി, അദ്ദേഹം ആരിൽ നിന്നാണ് ഈ വേദശാസ്ത്രങ്ങൾ സ്വീകരിച്ചത്? അദ്ദേഹത്തിനെ വേദശാസ്ത്രങ്ങൾ വന്നിട്ട് ഹൃദയത്തിൽ വെളിവാക്കി കൊടുത്തത് ഈ ഗർഭോദകശായി വിഷ്ണു. അദ്ദേഹത്തിന്റെ തന്നെ ആരാണ്? പിതാവ് അല്ലെ? ബ്രഹ്മദേവൻ വന്നിട്ട് ഭഗവാന്റെ തന്നെ സന്തതിയാണ്. അപ്പോൾ ആദ്യമായിട്ടുണ്ടായ ലിവിങ് എൻറ്റിറ്റിക്കും ആരാണ് കൊടുത്തത്? വേദങ്ങൾ ഭഗവാൻ തന്നെയാണ് കൊടുത്തത്. ആ വേദങ്ങളാണ് എവിടെ നിന്ന് കൈമാറി വരുന്നത്? ബ്രഹ്മദേവനിൽ നിന്നും അദ്ദേഹത്തിന്റെ പരമ്പര വഴി ബ്രഹ്മ, നാരദ, വ്യാസദേവ അങ്ങനെ വന്നു ചേരുന്നത്. ഈ വേദങ്ങൾ വന്നിട്ട് വ്യാസദേവൻ എഴുതിയതല്ല, ക്രോഡീകരിച്ചതാണ്. വേദങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അത് വന്നിട്ട് ഭഗവാൻ തന്നെയാണ് വെളിവാക്കി കൊടുക്കുന്നത്. അന്ന് കലികാലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർമ്മയും ബുദ്ധിയും ഒക്കെ വളരെ മികച്ചതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന അവകാശപ്പെടുന്ന കലികാലത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മന്ദ സുമന്ദ മതയ മന്ദഭാഗ്യ ഉപദ്രുത പ്രായേണ അല്പായുഷ സഭ്യ കലൗ അസ്മിൻ യുഗേ ജന എന്നൊക്കെ നമ്മൾ കേട്ടു. വളരെയധികം ഗുണങ്ങളുള്ള നമ്മളെ. അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങളുള്ളതുകൊണ്ട് നമ്മളെല്ലാം മറന്നുപോകും. ഒരു പ്രാവശ്യം കേൾക്കുന്നത് നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് തന്നെ വേദവ്യാസൻ എന്ത് ചെയ്യുന്നു? വ്യസ്യതേ ഇതി വ്യാസഃ എന്ന് പറയും. അതായത് വേദങ്ങളെ
വിഭജിച്ച് അതിനെ ക്രോഡീകരിച്ച് അതിനെ പല ശിഷ്യന്മാർക്ക് എന്ത് ചെയ്ത് ഏൽപ്പിച്ചു കൊടുത്ത് അതിനെ പ്രചരിപ്പിച്ചു. അതാണ് വേദവ്യാസൻ ചെയ്യുന്നത്. വേദത്തിനെ കുറിച്ച് വേദങ്ങൾ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമ്മൾ വേദവ്യാസൻ എന്ന് പറയുമെങ്കിലും ആ വേദവ്യാസൻ എങ്ങനെയാണ് വേദങ്ങൾ കിട്ടിയത്? ഇതാ പരമ്പര വഴിയാണ് കിട്ടുന്നത്. ഒരു ജ്ഞാനവും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു ഗുരുവിനും വന്നിട്ട് വെളിവാക്കുന്നതല്ല, അത് പരമ്പര വഴിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വേദവ്യാസന് ആ പരമ്പര വഴി കിട്ടിയത് ഫസ്റ്റ് ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് വേദങ്ങൾ വന്നിട്ട് ആരാണ് പറഞ്ഞു കൊടുത്തത്? ബ്രഹ്മദേവന്, ഭഗവാൻ. അതുകൊണ്ടാണ് ഇവിടെ വാസുദേവ പര വേദ എന്ന് പറയുന്നത്. ഭഗവത്ഗീതയില് വേദാന്തകൃത് വേദവിത് ഏവ ച അഹം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. മഖ. എന്താണ് മഖ എന്ന് പറഞ്ഞാൽ? സാക്രിഫൈസ്, യജ്ഞങ്ങൾ. എന്താണ് യജ്ഞങ്ങളെ കുറിച്ച് ഭഗവാൻ എവിടെ പറയുന്നു? ഭഗവത്ഗീതയിൽ വീണ്ടും ഭഗവാൻ പറയുന്നു, ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഭോക്താരം യജ്ഞ തപസാം. യജ്ഞം എന്ന് പറയുന്നത്, അഗ്നി എന്ന് പറയുന്നത്, നമ്മൾ അർപ്പിക്കുന്ന ആഹൂതികൾ അഗ്നിയിൽ അർപ്പിക്കുന്നത് വിഷ്ണുവിന്റെ മുഖമാണ് എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം സ്വീകരിക്കുന്നത് വിഷ്ണുവിന്റെ മുഖം എന്ന് പറയുന്നത് അഗ്നിയാണ് എന്ന് പറയുന്നു. യാഗാഗ്നി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യാഗാഗ്നിയിൽ ആഹൂതി ചെയ്യുന്ന ആ പവിത്രമായിട്ടുള്ള വസ്തുക്കളെല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ്. എന്ത് തരത്തിലുള്ള യജ്ഞങ്ങളും ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ അർപ്പിക്കുന്നത്. ഈ കലിയുഗത്തിന്റെ ധർമ്മമായിട്ടുള്ള, അപ്പോ ഏതാണ് ആ യജ്ഞം എന്ന് പറയുന്നത്? സങ്കീർത്തന യജ്ഞം എന്ന് ആചാര്യന്മാര് പറയും, പ്രഭുപാദ് പറയും സങ്കീർത്തന യജ്ഞം. ഈ സങ്കീർത്തന യജ്ഞവും ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്, ആ സങ്കീർത്തന യജ്ഞം എന്ന് പറയുന്നതും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് തന്നെയാണ്. സോ എന്താണ് പറഞ്ഞത് നമ്മള്? ഭോക്താരം യജ്ഞ തപസ്സ. പിന്നെയുണ്ട് യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. എന്ത് ചെയ്താലും അത് യജ്ഞമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് കർമ്മബന്ധനം ഉണ്ടാകും എന്നും ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പോ വാസുദേവ പരാ മഖ, വാസുദേവ പരാ യോഗ. യോഗയെ കുറിച്ച് ഭഗവാൻ 6ാമത്തെ ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നു. അഷ്ടാംഗ യോഗത്തിനെ കുറിച്ച് എവിടെ? ഭഗവത്ഗീതയിൽ. എന്നിട്ട് അവസാനം ഭഗവാൻ പറയുന്നു, യോഗിനാം അപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. എന്താണ് പറയുന്നത്? യോഗിനാം അപി സർവേഷാം മദ്ഗതേന അന്തരാത്മന ഭജത്തെ. എന്താണ്? എന്നെ സ്വന്തം ഹൃദയത്തില് എപ്പോഴും ഇടവിടാതെ ഭജിക്കുന്നവനാണ് യോഗിനാം അപി സർവേഷാം, ഏറ്റവും ബെറ്റർ യോഗി, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് യോഗി എന്ന് പറയുന്നത്. സമേ യുക്ത തമോ മത. അവനും ഞാനും തമ്മിൽ എന്താണ്? എപ്പോഴും ഒരുമിച്ചായിരിക്കും എന്ന് പറയുന്നു. എന്തായാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കുന്നില്ല. കാരണം ഹൃദയത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഓൾറെഡി ഇരിക്കുന്നത് എങ്ങനെയാണ്? യോഗിനാം അപി സർവേഷാം. ഹൃദയത്തിൽ ഭഗവാൻ ഇരിപ്പുണ്ട്. ആ ഹൃദയത്തിൽ ഭഗവാൻ ഇരിപ്പുണ്ട്. അപ്പൊ ഹൃദയത്തിൽ എന്താണ് ഭഗവാൻ ഇരിക്കുന്നത്? നമ്മൾ അറിയുന്നില്ല. നമ്മളുടെ കൂടെ പരമാത്മാവ് രൂപത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഭഗവാൻ പറയുകയാണ്, യോഗിനാം അപി സർവേഷാം മദ്ഗതേന അന്തരാത്മന ഭജത്തെ. അങ്ങനെ ഭജിക്കുന്നവരാണ് എന്ത്? ഏറ്റവും പെർഫെക്റ്റ് യോഗി എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ വാസുദേവ പരാ യോഗ, അതും നമുക്ക് ഭഗവത്ഗീതയിൽ നിന്നും ഭഗവാൻ പറയുന്നു. വാസുദേവ പരാ ക്രിയ. എന്താണ് ക്രിയ? എല്ലാ കർമ്മങ്ങളും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. നിങ്ങൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും അതിനെല്ലാം ഒരു എവറി ആക്ഷൻ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് ന്യൂട്ടന്റെ ലോയാണ് അല്ലെ? എവറി ആക്ഷൻ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് തന്നെയാണ് ലോ ഓഫ് കർമ്മ എന്ന് നമ്മൾ പറയുന്നത്. ലോ ഓഫ് കർമ്മ, എന്ത് കാര്യം ചെയ്താലും അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. ആ പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത് കർമ്മബന്ധനത്തിന് കാര്യമാകും. പുണ്യം ചെയ്താൽ അതിന് പ്രതിപ്രവർത്തനം എന്താണ്? നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുണ്യം, ചീത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ധർമ്മ അനുസൃതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പാപം. അതിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കർമ്മബന്ധനം. ഇതിന് രണ്ടിനും ഇല്ലാത്തതിന് കർമ്മം അകർമ്മം.
കർമ്മം വികർമ്മം ഇത് രണ്ടും ഇല്ലാത്തതാണ് അകർമ്മം. അതെന്താണ്? ഭക്തിയുത സേവനം. ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ അത് യജ്ഞമാണ്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. എന്ത് കർമ്മം നിങ്ങൾ ചെയ്തോളൂ അത് ഭഗവാന് വേണ്ടി ചെയ്യണം എന്നാണ് ആ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത്. യജ്ഞാർത്ഥാത് കർമ്മണോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു വാസുദേവ പരാക്രിയ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. വാസുദേവ പരം ജ്ഞാനം. ജ്ഞാനം, എല്ലാ ജ്ഞാനവും വന്നിട്ട് എന്താണ് ഇവിടെ പറയുന്നത്? സർവജ്ഞാനവും പരമജ്ഞാനം പരമദിവ്യോത്തമ പുരുഷായ ഭഗവാനാകുന്നു. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച. നമ്മൾ പറഞ്ഞു നേരത്തെ ആ ശ്ലോകം. എല്ലാ ജ്ഞാനവും വന്നിട്ട് ഭഗവാനാണ് തരുന്നത്. ആ ജ്ഞാനം കൊണ്ട് അറിയേണ്ടതും ഭഗവാനെയാണ്. ഇനി സമസ്ത കഠിന നിഷ്ഠകളും വൈരാഗ്യം, തപശ്ചര്യ ഇതെല്ലാം വന്നിട്ട് എന്തിനാണ്? ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഭോക്താരം യജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഭോക്താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ആസ്വാദകൻ. ആരാണ്? യജ്ഞ തപസാം, യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും എല്ലാം വന്നിട്ട് ആസ്വാദകൻ ആരാണ്? ഭഗവാനാണ്. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം. ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈശ്വരനും ഭഗവാൻ തന്നെയാണ്. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം. എല്ലാ ജീവനെയും, അത് മരങ്ങളെന്നോ ചെടികൊടികളെന്നോ പൂവെന്നോ പുഴുവെന്നോ ഒന്നും ഭേദമില്ലാതെ, മനുഷ്യനോ മൃഗമോ ഒന്നും ഭേദമില്ലാതെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തില് സുഹൃത്തായിട്ട് അവരുടെ ഏറ്റവും വലിയ ബെനഫാക്ടറായിട്ട് ഇരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. സർവലോക മഹേശ്വരമാണെങ്കിലും പക്ഷെ സുഹൃതം സർവഭൂതാനാമാണ്. അത്രയ്ക്കും ഉന്നതമായിട്ടുള്ള ഭഗവാൻ വന്നിട്ട് ഓരോ ജീവാത്മാവിന്റെയും കൂടെ അവർ ഏതൊക്കെ ശരീരത്തിൽ പോയാലും അവരാരെയും വന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? വിട്ടിട്ട് പോകുന്നില്ല. അയ്യേ നീ ഒരു പന്നിയുടെ ശരീരത്തിലാണ്, അതുകൊണ്ട് അതെനിക്ക് അൺടച്ചബിൾ ആണ്, ഞാൻ കയറണില്ല എന്ന് ഭഗവാൻ പറയത്തില്ല. ആ പന്നിയുടെ ശരീരത്തിലും ഉണ്ടാവും. ഈവൻ ആ മലത്തിനകത്ത് വരുന്ന ചെറിയ പുഴുവിനകത്ത് പോലും ഭഗവാൻ ഉണ്ടാകും. എല്ലാ ജീവജാലങ്ങളുടെയും, നിങ്ങൾ ഏത് പ്രപഞ്ചത്തിൽ എവിടെ പോയാലും, ഭൗതിക പ്രപഞ്ചത്തിൽ നിങ്ങൾ ഏത് ശരീരം സ്വീകരിച്ചാലും ആ ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം എന്ന് തന്നെ വന്നിട്ട് അത്രയും ഉന്നതനാണെന്ന് പറയുന്ന ഭഗവാൻ എന്ത് പറയുകയാണ്? സുഹൃതം സർവഭൂതാനം. അങ്ങനെ അറിയുന്നവനാണ് ശാന്തി ഉണ്ടാകുന്നത്. കാരണം ഈ എല്ലാ ജീവജാലങ്ങളും ഈ പരമദിവ്യോത്തമ പുരുഷന്റെ പ്രജകളാണ്, അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെയുള്ള ജീവനാണ് എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ എല്ലാം ഹൃദയത്തിൽ ആരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പരമദിവ്യോത്തമ പുരുഷനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ആർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഇനി ഒരാളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇകഴ്ത്താനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനോ എങ്ങനെ സാധിക്കും? അങ്ങനെ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആൾക്ക് എന്തുണ്ടാവും? ശാന്തി ഉണ്ടാവും എന്ന് പറയുന്നു. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. അങ്ങനെ എന്നെ അറിയുന്നവൻ ശാന്തി മൃച്ഛതി എന്ന് പറയുന്നു. ഇനി അതാണ് ജ്ഞാനം. ഇനി തപ, ധർമ്മ നമ്മൾ പറഞ്ഞു. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി രഥോക്ഷജെ. ഭാഗവത ശ്ലോകത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു. എല്ലാ ധർമ്മവും അവസാനം എന്താണ്? പരോധർമ്മം. പരോധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ മനസ്സിലാക്കുന്നതാണ്. ഭഗവത് ഭക്തിയുത സേവന സമർപ്പണമാണ് മതം. മതം എന്ന് പറയുന്നത് ഈ കാലത്ത് വളരെയധികം എന്ത് ചെയ്യുന്നതാണ്? തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പലരും വന്നിട്ട് ഈ സോഷ്യൽ മീഡിയാസിലും മറ്റിടത്ത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇത് തെറ്റായിട്ട് വളരെയധികം വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നുമാണ്. സനാതന ധർമ്മം എന്ന് പറയുന്നത് എല്ലാവരും അതിനെ വളച്ചൊടിക്കും. പക്ഷെ ഭാഗവതം, ഭഗവത്ഗീത വന്നിട്ട് പറയുന്നത് എന്താണ്? സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി അധോക്ഷജൻ. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളുടെ ഇന്ദ്രിയത്തിനും അതീതനായവനാണ്. അതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും, ഭഗവാനെ നിങ്ങൾ പല വിധത്തിലുള്ള പേരിട്ട് വിളിച്ചാലും, ഭഗവാൻ എന്ന് പറയുന്നത് ഒരേ ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ആ ഒരു വ്യക്തിക്ക് ചെയ്യുന്ന ഭക്തിയുത ഭഗവത് സേവനമാണ് മതം. മതം എന്ന് പറയുന്നത്, റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? റെലിഗെയർ എന്ന ഒരു വാക്കിൽ നിന്നാണ് റിലീജിയൻ എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് തന്നെ. റെലിഗെയർ എന്ന് പറഞ്ഞാൽ എന്താണ്?
റീകണക്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് റീകണക്ട് ചെയ്യേണ്ടത്? നമ്മൾ ആരാണ്? ഭഗവാന്റെ അംശമാണ്. നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് പൂർണ്ണവും അംശവും തമ്മിലുള്ള റീകണക്ഷൻ ആണ് എന്ത്? റിലീജിയൻ എന്ന് പറയുന്നത്. ഒരേ ഒരു റിലീജിയനേ ഉള്ളൂ, ലവ് ഓഫ് ഗോഡ് ഹെഡ്. അതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചോളൂ. സൂര്യനെ നമ്മൾ സൂര്യൻ എന്ന് മലയാളികൾ പറയും, സൺ എന്ന് ഇംഗ്ലീഷുകാർ പറയും, സൂരജ് എന്ന് ഹിന്ദിയിലുള്ളവർ പറയും. പിന്നെ പല ഭാഷകളിലും അതിന് പല പേരുണ്ട്. ആ ലോകത്ത് ആകമാനം അതിന് വേറെ പേരുകളുണ്ട്. പക്ഷെ ഈ പറയുന്ന സൂര്യൻ എന്ന് പറയുന്നത് ഒരേ ഒരു സൂര്യൻ തന്നെയാണ്. അതേപോലെ തന്നെ ആരാണോ മനസ്സിലാക്കുന്നത് ഇവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരേ പരമദിവ്യോത്തമ പുരുഷനെ തന്നെയാണ് ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഇനി ഒരാളോട് സ്പർദ്ധ വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. അയാളുടെ ഗുണവും കർമ്മവും അനുസരിച്ച് അയാൾ അറിയുന്നത് അത്ര വരെ മാത്രമാണ്. പക്ഷേ എന്താണ് പരമദിവ്യോത്തമ പുരുഷനോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് ശീല പ്രഭുപാദ് നമുക്ക് വളരെ എളുപ്പമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും ഈസി, വളരെ ലഘുവായിട്ടുള്ള ജീവിത രീതികൾ തന്നെ വന്നിട്ട് വളരെ ലഘുവായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ ഹൃദയത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ വന്നിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ഭഗവാന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ റിലീജിയൻ എന്ന് പറയുന്നത്. അത് ബാക്കി ആരെയും ദ്രോഹിക്കുന്ന റിലീജിയനുമല്ല. നമ്മൾ നമ്മളുടെ റിലീജിയൻ അല്ലെങ്കിൽ നമ്മളുടെ ധർമ്മത്തിനെ എന്ത് ചെയ്യുന്നു, അനുഷ്ഠിക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ആരെയും വന്നിട്ട് ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നില്ല. അവരുടെ സ്വാനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ധർമ്മം അല്ലെങ്കിൽ ഇവിടെ പ്രഭുപാദ് അതിനെ മതം, റിലീജിയൻ എന്ന് എന്ത് ചെയ്യുന്നു, റിലീജിയൻ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. റിലീജിയൻ ഓർ ധർമ്മ ഇസ് റെൻഡറിങ് ലവിങ് സർവീസ് അൺ ടു ഹിം. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ ലവിങ് സർവീസ് എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളോടുമുള്ള ലവാണ്. ഭഗവാനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കും. ഇനി ഒരാളുടെ മതത്തിനെ ഇകഴ്ത്തുക, ഇനി ഒരാളെ കളിയാക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യില്ല. നമ്മളുടെ എന്ത് ചെയ്യും? റിലീജിയനെ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും, ആചാര്യന്മാർ പറഞ്ഞതനുസരിച്ച്. അതുകൊണ്ട് ഈ ലോകത്തുള്ള ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല. എന്താണ് ഭഗവത്ഗീതയിൽ തന്നെ പറയും, ആരാലാണോ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്തത്, ആരാണോ ആരെയും ഉപദ്രവിക്കാത്തത്, അയാളാണ് ഭക്തനെന്ന്. അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മളുടെ റിലീജിയൻ അല്ലെങ്കിൽ ധർമ്മത്തിനെ അനുഷ്ഠിക്കേണ്ടത്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്മുടെ ധർമ്മം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നു റിലീജിയൻ ഇസ് റെൻഡറിങ് ലവിങ് സർവീസ് അൺ ടു ഹിം. പിന്നെ എന്താണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? വാസുദേവ പരാ ഗതി. ഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം. അതേ വാക്ക് ഭഗവത്ഗീതയിൽ പറയുന്നു. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജമവ്യയം എന്ന് പറയുന്നു. ഗതിർ ഭർത്ത സുഹൃത് സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജം അവ്യയം. ഇതെല്ലാം ഞാനാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇവിടെ വാസുദേവ പരാഗതി എന്ന് പറയുന്നു. നോക്കൂ, അപ്പം ഭഗവാനെ സേവനം ചെയ്യണം അല്ലെങ്കിൽ ഭഗവാനോട് ഭക്തി പരിശീലിക്കണം എന്ന് പറയുന്നതിന് എത്ര പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ എത്ര എന്താണ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള വാക്കുകളാണ് ഇവിടെ നമ്മൾക്ക് സൂത ഗോസ്വാമി പറയുന്നത്. കാരണം ഭഗവാനാണ് വേദം, ഭഗവാനാണ് എല്ലാ മഖ അല്ലെങ്കിൽ സാക്രിഫൈസസ്, അദ്ദേഹമാണ് യോഗ, അദ്ദേഹമാണ് എല്ലാ ക്രിയകളും, അദ്ദേഹമാണ് ജ്ഞാനം, അദ്ദേഹമാണ് തപസ്, അദ്ദേഹമാണ് പരോധർമ്മം, അദ്ദേഹമാണ് ഗതി, ജീവിത ലക്ഷ്യം. അതുകൊണ്ട് എന്ത് ചെയ്യണം? വാസുദേവനെ ആരാധിക്കണം. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകം 28 and 29. ഇത് നമ്മൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ എല്ലാം റെഫറൻസുകൾ നമ്മൾ ഭഗവത്ഗീതയിൽ നിന്നും കേൾക്കുകയും ചെയ്യും. അടുത്തത് 28, 29 കഴിഞ്ഞിട്ട് 30ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സ ഏവേദം സസർജാഗ്രേ ഭഗവാൻ ആത്മമായയാ സദ് അസദ് രൂപയാ ചാസൗ ഗുണമയാ ഗുണോ വിഭു. സ ഏവേദം സസർജാഗ്രേ ഭഗവാൻ ആത്മമായയാ സദ് അസദ് രൂപയാ ചാസൗ
गुणमया गुणो विभुः स एवेदं ससर्जाग्रे भगवान् आत्ममायया सद् असद् रूपया चासौ ഗുണമയാ ഗുണോ വിഭൂ. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ ഏവ ഇദം സസർജ അഗ്രേ. ഭൗതിക സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവൻ അദ്ദേഹത്തിന്റെ ഗുണാവതാരങ്ങളായ ആന്തരിക ശക്തിയാൽ കാര്യകാരണ ശക്തികളെ സൃഷ്ടിച്ചു. എന്താണ് പറയുന്നത്? ഭഗവാൻ വന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താണ് പുരുഷാവതാരങ്ങൾ എന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്തിനാണ് ഭൗതിക ലോകത്തിൽ ദേവകി വസുദേവന്മാരുടെ നന്ദനനായിട്ട് ജനിച്ചത് എന്ന്. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് സൂത ഗോസ്വാമി അടുത്ത ചോദ്യം, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ആർ ദ പുരുഷ അവതാരാസ്, എന്താണ് പുരുഷാവതാരങ്ങൾ എന്ന്. ആ പുരുഷാവതാരങ്ങളെ കുറിച്ചുള്ള ഉത്തരമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിയേഷനെ കുറിച്ച്, അല്ലെങ്കിൽ സർഗം, അല്ലെങ്കിൽ എന്താണ് സൃഷ്ടി എന്നതിനെ കുറിച്ച് ആണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ് ഭഗവാൻ ഈ എല്ലാ ഭൗതിക പ്രപഞ്ചത്തിലും വന്നിട്ട് തന്റെ പ്രഭാവം, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് വിസ്തരണം ചെയ്തിട്ട് എല്ലാ ഭൗതിക പ്രപഞ്ചത്തിലും വന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നും ഭഗവാൻ ഇവിടെ പറയുന്നു. സൂത ഗോസ്വാമി പറയുന്നു ഭഗവാൻ എങ്ങനെയാണ് എല്ലാ ഭൗതിക പ്രപഞ്ചത്തിലും മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്, പുരുഷ അവതാരങ്ങളെ കുറിച്ച് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഗുണ അവതാരങ്ങളെ കുറിച്ച് ചോദിക്കുന്നത്. അതായത് മൂന്നാമത്തെ ചോദ്യത്തിന് മുമ്പേ സൂത ഗോസ്വാമി ആദ്യം ആൻസർ പറയുന്നത് എന്തിനാണ്? നാലാമത്തെ ചോദ്യത്തിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഭൗതിക സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവൻ തന്റെ ആന്തരിക ശക്തിയാൽ കാര്യകാരണ ശക്തികളെ സൃഷ്ടിച്ചു. വളരെയധികം ഫിലോസഫിക്കലി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്ന ഭഗവത് ധാമത്തിൽ എറ്റേണൽ, അല്ലെങ്കിൽ അനശ്വരമായിട്ട് അവിടെ ലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ലോകത്തിൽ വന്നിട്ട് അദ്ദേഹത്തോടൊപ്പം വന്നിട്ട് അസംഖ്യം ജീവാത്മാക്കളുണ്ട്, n നമ്പർ ഓഫ് ജീവാത്മാക്കൾ. പക്ഷെ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു മൊണാർക്ക്, അല്ലെങ്കിൽ ഒരു ഏകാധിപതി അല്ല. അദ്ദേഹം ആ ജീവാത്മാക്കൾക്കെല്ലാം എന്ത് കൊടുത്തിരിക്കുന്നു? സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു, ഒരു ഫ്രീ വിൽ. കാരണം ആ സ്വാതന്ത്ര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കഴുത്തിൽ തോക്ക് വെച്ചിട്ട് നീ എന്നെ സ്നേഹിക്കണം എന്ന് പറയുന്ന, നിർബന്ധിച്ച് സ്നേഹിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ ഒരു എന്താണ്, നിർബന്ധിതനായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഭഗവാൻ, അല്ലെങ്കിൽ നമ്മളെ നിർബന്ധിക്കുന്ന വ്യക്തിയല്ല. നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള ഫ്രീ വില്ലുണ്ട്. നമ്മൾക്ക് ഭഗവാനെ അംഗീകരിക്കാം, അംഗീകരിക്കാതെ ഇരിക്കാം. ഈ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഭഗവാനെ അംഗീകരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ജീവാത്മാക്കൾ. അവിടെ അസംഖ്യം നിത്യസിദ്ധരായിട്ടുള്ള ജീവാത്മാക്കൾ അവിടെ ഉണ്ട്. ഒരിക്കലും അവർക്ക് ഭഗവാന്റെ അടുത്ത് നിന്ന് പോകേണ്ടി വരികയേയില്ല. നിത്യസിദ്ധർ എന്ന് പറയും. പക്ഷെ ഈ ഫ്രീ വില്ലിന് 2 ചോയ്സ് ഉള്ളതുപോലെ തന്നെ ആ രണ്ടാമത്തെ ചോയ്സ് തിരഞ്ഞെടുക്കുന്ന ആരെങ്കിലും കാണും. വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ ഉള്ളെങ്കിലും ഈ രണ്ടാമത്തെ ചോയ്സ് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുകയില്ല? ആധ്യാത്മിക ലോകത്തിൽ ഭഗവാനോടൊപ്പം ഇരിക്കാൻ അവർക്ക് പിന്നെ യോഗ്യതയില്ല. കാരണം എന്താണ്? അവർ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തത് കൊണ്ട്. എന്തുകൊണ്ടാണ് കൃഷ്ണൻ മാത്രം ആസ്വാദകനായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കൃഷ്ണൻ മാത്രം ഈശ്വരനായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കൃഷ്ണൻ മാത്രം കൺട്രോളർ ആയിരിക്കുന്നത്? എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന ചെറിയൊരു തോട്ട് വന്നാൽ തന്നെ എന്ത് സംഭവിക്കും? ഏറ്റവും പരിഭാവനമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ആ ഒരു ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്ന, വസുദേവ സത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഗോലോക വൃന്ദാവനത്തിൽ, അല്ലെങ്കിൽ വൈകുണ്ഠ ലോകങ്ങളിൽ, ആധ്യാത്മിക ലോകങ്ങളിൽ ഒരു ജീവാത്മാവിന് ഇങ്ങനെ ഒരു ചിന്താഗതി കൊണ്ട് നിലനിൽക്കാൻ കഴിയുകയില്ല. സ്വാഭാവികമായിട്ടും അയാൾ അവിടെ നിന്ന് പുറത്തു പോകും.
പക്ഷേ ഭഗവാൻ എന്ന് പറയുന്നത് എന്താണ്? സുഹൃതം സർവഭൂതാനാം. ഈ വരുന്ന ജീവാത്മാവിന് ഇനി എന്ത് വേണം? ഞാൻ ഈശ്വരനാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആത്മാവ് വരുന്നത്. അപ്പൊ ഈ ജീവാത്മാവിന് എന്ത് വേണം? ഒരു പ്രവർത്തന മണ്ഡലം വേണം. എന്തിന്? ഞാൻ ഈശ്വരനാണ് എന്ന് പരീക്ഷിക്കാൻ. ആ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് എവിടെയാണ്? ഒരു ദുർഗുണ പരിഹാര പാഠശാല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്നെ കൂടാതെ ആനന്ദിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു, അതുകൊണ്ട് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. കാരണം അത് നിങ്ങളുടെ ചോയ്സാണ്. അതാണ് ഭഗവാൻ വന്നിട്ട് ഏകാധിപതി അല്ല എന്ന് പറയുന്നതിന് കാരണം. അതായത് ഭഗവാൻ നമുക്ക് ചോയ്സ് തന്നു. യു ബി വിത്ത് മീ ഇൻ എറ്റേണൽ വേൾഡ് ഓർ യു ഗോ ടു മെറ്റീരിയൽ വേൾഡ് ടു എൻജോയ് യുവർ സെൽഫ്. നിനക്ക് ആവശ്യമുള്ളതുപോലെ ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കൂ. ആ പ്രവർത്തന മണ്ഡലമാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. പക്ഷേ ഭഗവാൻ നമ്മളെ അവിടേക്ക് തള്ളിവിട്ടിട്ട് അവിടെ പോയി ഇരുന്നു കൊള്ളൂ, എനിക്ക് റിബലായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് നീ എന്താണ് കനിയെ അവിടെ പോയി ഇരുന്നു കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മളെ അങ്ങ് തള്ളി വിടുകയില്ല. എന്താണ് ചെയ്യുന്നത് ഭഗവാൻ? ആ ഭൗതിക പ്രപഞ്ചത്തിലും ഭഗവാൻ പലതരത്തിൽ നമ്മളെ എന്ത് ചെയ്യും? അക്കമ്പനി ചെയ്യും. സുഹൃതം സർവഭൂതാന. എങ്ങനെ അക്കമ്പനി ചെയ്യും? ഒന്ന്, ആ ഭൗതിക ലോകം വന്നിട്ട് നമ്മൾക്കായി, ആ ഭൗതിക പ്രകൃതിയെ നമ്മൾക്കായി എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നത് തന്നെ ഭഗവാനാണ്. സോ ദാറ്റ് ഈസ്, അതായത് ആ സൃഷ്ടിയുടെ ഉദ്ദേശം അതാണ്. എന്ത്? ഈ റെബലിയസ് ആയിട്ടുള്ള ജീവാത്മാക്കൾക്ക് അവർക്കൊരു പ്രവർത്തന മണ്ഡലം വേണം. അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? പിന്നെ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ പറ്റത്തില്ല. അവർക്കൊരു പ്രവർത്തന മണ്ഡലം വേണം. ആ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ വാസുദേവൻ വന്നിട്ട് സൃഷ്ടിക്കുന്ന ഭൗതിക പ്രപഞ്ചമാണ്. ഭൗതിക പ്രപഞ്ചത്തിന്റെ ആവശ്യം വരുന്നതേ അങ്ങനെയാണ്. ഭഗവാന് ഭൗതിക പ്രപഞ്ചത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹം വന്നിട്ട് ആധ്യാത്മിക ലോകങ്ങളിൽ അദ്ദേഹം ആത്മാരാമനാണ്. അദ്ദേഹത്തിന് ആരുടെയും ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ആസ്വാദനത്തിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ റെസിപ്രോക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ജീവാത്മാക്കളും, നിത്യസിദ്ധരായിട്ടുള്ള ജീവാത്മാക്കൾ അവിടെ ഉള്ളത്. അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ ആവശ്യത്തിന്, അതായത് നമ്മളെ പോലുള്ള റെബല്ലിയസ് ആയിട്ടുള്ള ജീവാത്മാക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ ഭൗതിക പ്രപഞ്ചമേ സൃഷ്ടിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് അദ്ദേഹം കാണുന്നത് എന്താണ്? നമ്മൾ വന്നിട്ട് തനിച്ചാവാൻ പാടില്ല. ഭൗതിക പ്രകൃതി മായ അദ്ദേഹത്തിന്റെ തന്നെ ശക്തിയാണ്. ആ മായാദേവിയുടെ നിയന്ത്രണത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ അദ്ദേഹം സുരക്ഷിതരാക്കി വെച്ചേക്കുന്ന ഒരു നെറ്റ്. നമ്മൾ മേലേന്ന്, ഈ ട്രപ്പീസ് കളിക്കാരൊക്കെ മേലേന്ന് ചാടും. അങ്ങനെ ചാടുമ്പോഴത്തേന് അവർ താഴെ വീണ് എന്ത് ചെയ്യാതിരിക്കാൻ, അസ്ഥിയെല്ലാം ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സർക്കസുകാരൻ എന്ത് ചെയ്യും? അവിടെ ഒരു നെറ്റ് വെക്കും. ആ നെറ്റ് എന്ന് പറയുന്നത് ഒരു സേഫ്റ്റിയാണ്, സേഫ്റ്റി നെറ്റാണ്. ഭൗതിക പ്രകൃതി ഒരു സേഫ്റ്റി നെറ്റാണ്. താഴെ വീണ് പോയ ജീവാത്മാക്കൾക്ക് അവരുടെ കർമ്മത്തിനനുസരിച്ച്, ഇച്ഛയ്ക്കനുസരിച്ച് ശരീരം സ്വീകരിച്ച് പ്രവർത്തനം ചെയ്ത് ആസ്വാദനം കിട്ടുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സേഫ്റ്റി നെറ്റാണ് ആര്? ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് അങ്ങനെ ഭഗവാൻ സൃഷ്ടിച്ചതാണ്. ആ സർഗം ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് സ്വയം ആ സർഗത്തിന് വേണ്ടിയിട്ട് വിസ്തരണം, അതാണ് പുരുഷ അവതാരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. കാരണ ഉദകശായി വിഷ്ണു, അദ്ദേഹമാണ് ഈ ഭൗതിക പ്രപഞ്ചങ്ങളെ എല്ലാം, ബ്രഹ്മാണ്ടങ്ങളെ എല്ലാം സ്വന്തം ശരീരകൂപത്തിൽ നിന്നും, രോമകൂപത്തിൽ നിന്നും വന്നിട്ട് സൃഷ്ടിക്കുന്നത്. എന്തിന്? നമ്മൾക്ക് വേണ്ടിയിട്ട്. എന്തിന്? നമ്മൾ റെബലിയസ് ആയതുകൊണ്ട്. അതെന്തുകൊണ്ട്? നമ്മൾക്ക് ഫ്രീ വിൽ ഉള്ളത് കൊണ്ട്. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തത് കൊണ്ട്. നമുക്ക് പ്രവർത്തന മണ്ഡലം വേണം, അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ ചെയ്തേ മതിയാകും, അല്ലേ? അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ആദ്യമായിട്ട് ഭഗവാൻ ചെയ്യുന്നത് ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ ബ്രഹ്മാണ്ടത്തിലെ ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ബ്രഹ്മ അണ്ഡം എന്നാണ്. ഗോളാകൃതിയിലുള്ള ആ ഒരു യൂണിവേഴ്സിന്റെ ആരാണ് അതിന്റെ നിയന്താവ്? ബ്രഹ്മദേവൻ. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മ അണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, കാരണോദകശായി വിഷ്ണു, അദ്ദേഹത്തിന്റെ രൂപകൂപങ്ങളിൽ നിന്നും ബ്രഹ്മാണ്ഡം. ആ ബ്രഹ്മാണ്ഡത്തില് ആരാണ് അതിന്റെ നിയന്താവ്? ബ്രഹ്മദേവൻ. സോ ബ്രഹ്മദേവൻ ആണ് ആദ്യത്തെ ജീവാത്മാവ്. എങ്ങനെയാണ് അദ്ദേഹം വരുന്നത്? അവിടെ ആകെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്
ആരെ സൃഷ്ടിക്കണം, അല്ലെങ്കിൽ ആദ്യത്തെ ജീവാത്മാവ് നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അതിനനുസരിച്ചാണ് ശരീരം കിട്ടുന്നത്. ബ്രഹ്മദേവന്റെ ശരീരവും അതുപോലെ തന്നെയാണ്. ബ്രഹ്മദേവന്റെ ശരീരവും അദ്ദേഹത്തിന്റെ ആ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ സൃഷ്ടിക്കുന്നതാണ്. അദ്ദേഹം ഒരു ജീവിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ജീവജാലത്തിൽ ഉൾപ്പെടുന്നതാണ്, ഒരു സ്പീഷീസിൽ ഉൾപ്പെടുന്ന ആളാണ്. ബ്രഹ്മദേവൻ വന്നിട്ട് ആ ഗർഭോദകശായി വിഷ്ണു, അതായത് ഈ ഒരു ബ്രഹ്മാണ്ടത്തിൽ കാരണോദകശായി വിഷ്ണുവാണ് ബ്രഹ്മാണ്ടം വന്നിട്ട് സൃഷ്ടിക്കുന്നത്. ആ ബ്രഹ്മാണ്ടത്തിൽ വന്ന് അദ്ദേഹം തന്നെ അടുത്ത വിസ്തരണം, രണ്ടാമത്തെ വിഷ്ണു എന്ന് പറയുന്നത് ഗർഭോദകശായി വിഷ്ണു എന്ന് പറയും. ഗർഭോദകശായി വിഷ്ണു എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നും വരുന്ന പങ്കജത്തിലാണ് ഭഗവാൻ ആദ്യമായിട്ടുള്ള ജീവാത്മാവ്, അതായത് ബ്രഹ്മദേവനെ സൃഷ്ടിക്കുന്നത്. ഈ ബ്രഹ്മദേവനെ നമ്മൾ സെക്കൻഡ് ക്രിയേറ്റർ എന്ന് പറയും. കാരണം ബ്രഹ്മദേവനാണ് ഈ ജീവജാലങ്ങൾക്കെല്ലാം ശരീരം അവരുടെ കർമ്മത്തിനനുസരിച്ച്, ഡിസൈറിനനുസരിച്ച് ആസ്വദിക്കാൻ തക്കതായിട്ടുള്ള എല്ലാ 84 lakh സ്പീഷീസ് പ്രപഞ്ചത്തിൽ ഉൾപ്പെടെ എല്ലാ പ്രപഞ്ചത്തിലും 84 lakh സ്പീഷീസ് ഉണ്ട്. നിങ്ങൾക്ക് സിദ്ധ, ചാരണ, ഗന്ധർവ, വാനര, കിന്നര ഇങ്ങനെയുള്ള പല സ്പീഷീസിനെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതിനെ നമ്മൾ കാണുന്നില്ല എങ്കിലും അങ്ങനെ ഒരു സ്പീഷീസിനെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി മനുഷ്യനുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്, ജലത്തിൽ ജീവിക്കുന്നവരുണ്ട്, മരത്തിൽ ജീവിക്കുന്നവരുണ്ട്, മരങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ജീവാത്മാക്കളുണ്ട്. ഇവരുടെയെല്ലാം ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? ബ്രഹ്മദേവനാണ്. ജീവാത്മാവ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഭൗതിക ലോകത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ, സുഖം ലഭിക്കുമോ എന്ന് പരീക്ഷിച്ച് ഭഗവാന്റെ അടുത്ത് നിന്നും വന്ന ജീവാത്മാവ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. സ്പിരിച്വൽ വേൾഡിൽ അദ്ദേഹത്തിന് സ്പിരിച്വൽ ആയിട്ടുള്ള ബോഡി ഉണ്ടായിരുന്നു, ആധ്യാത്മിക ശരീരം. അതെന്താണ്, നമ്മള് പിന്നെ വൈകുണ്ഠ ലോകങ്ങളിൽ ഭഗവാന്റെ ദാസന്മാർക്ക് ഭഗവാന്റെ ശരീരമാണ്, അല്ലെങ്കിൽ ഭഗവാനെ പോലെയുള്ള ശരീരമാണ്, ശംഖചക്ര ഗദ പത്മധാരികളായിട്ടുള്ള ചതുർബാഹുക്കളായിട്ടുള്ള വിഷ്ണു ദൂതന്മാരെ കുറിച്ച് നമ്മൾ ഭാഗവതത്തിൽ കേൾക്കും. അപ്പോ പിന്നെ ഗോലോക വൃന്ദാവനത്തിൽ ഗോപന്മാർ, ഗോപിമാർ, നന്ദബാബ, യശോദമാത ഇവരെ പോലെയുള്ള അദ്ദേഹത്തിന് നിത്യസിദ്ധന്മാരായിട്ടുള്ള ഭക്തന്മാരോടൊപ്പം തന്നെ അതേപോലെ ശരീരമുള്ള, അല്ലെങ്കിൽ അതേപോലുള്ള പ്രത്യേക ആ ലോകത്തിന് യോജിച്ചതക്ക, ആധ്യാത്മിക ലോകത്തിന് യോജിച്ചതക്കതായ അതീന്ദ്രിയമായിട്ടുള്ള ശരീരമുണ്ട ജീവാത്മാക്കളുണ്ട്. പക്ഷെ അവിടെയുള്ള ജീവാത്മാക്കൾ താഴെ വരുമ്പോൾ അവർക്ക് ഒരു ശരീരം വേണം. ഈ ആത്മാവിനെ എന്ത് ചെയ്യണം? ഒരു പ്രവൃത്തി മണ്ഡലം വേണം. ആ പ്രവൃത്തി മണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക ശരീരമാണ്. എനിക്ക് ഒരു സ്ത്രീയുടെ ശരീരം. നമ്മളിൽ പലരും സ്ത്രീകളായിരിക്കും, ചിലര് പുരുഷന്മാരായിരിക്കും, ചിലര് പാമ്പ്, പല്ലി, പാറ്റ എന്ന് പറയുന്ന തരത്തിലുള്ള ഇൻസെക്ട്സ് ആയിരിക്കും, ഉരകങ്ങളായിരിക്കും, മൃഗങ്ങളായിരിക്കും, മത്സ്യങ്ങളായിരിക്കും, ആമ പോലുള്ള ജീവികളായിരിക്കും, വൈറസ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ശരീരങ്ങളുണ്ട്. അതാണ് 84 lakh സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ ശരീരങ്ങൾ ആരാണ് സൃഷ്ടിക്കുന്നത്? ബ്രഹ്മദേവനാണ്. എന്തിന്? ഭഗവാന്റെ അടുത്ത് നിന്നും ഭൗതിക പ്രകൃതിയിലേക്ക് വന്ന ജീവന് എന്ത് വേണം? ശരീരം വേണം. എന്താണ്? ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ശരീരത്തിൽ ഇന്ദ്രിയമുണ്ട്, ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. ആ ഇന്ദ്രിയ വിഷയങ്ങൾ അനുസരിച്ച് നമ്മൾ പന്നിയുടെ ശരീരത്തിലിരിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. ആഹാരം, നിദ്ര, ഭയ, മൈഥുനം എല്ലാ മൃഗങ്ങളും ചെയ്യുന്നു. അത് നമ്മളുടെ കഴിവിനനുസരിച്ച് ചെയ്യുന്നു. പന്നിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണം കഴിക്കാൻ പറ്റും, ഇണ ചേരാൻ പറ്റും, സ്വയം പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാം പന്നി ചെയ്യും, അതിന്റെ ലെവൽ അനുസരിച്ച് ചെയ്യും. ഒരു പട്ടിയുടെ ശരീരത്തിലാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശരീരം, അതിന് ഒരു കടുവയുടെ ശരീരമാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശരീരം, ഒരു സ്ത്രീയുടെ ശരീരമാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശരീരം. ആ ജീവാത്മാവ് എന്താഗ്രഹിച്ചോ ആ ശരീരത്തിൽ എന്ത് ചെയ്യും? ഈ ജീവാത്മാവ് തന്റെ പ്രവർത്തന മണ്ഡലമാക്കും. ഈ ഇന്ദ്രിയങ്ങളെ വെച്ചിട്ട്, അഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു വിവിധ തരം കർമ്മങ്ങൾ ചെയ്യും. അതെല്ലാം വന്നിട്ട് എന്താണ്? ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതാണ്. ഇനി ഈ ഓരോ ജീവാത്മാവും ഈ ശരീരത്തിൽ തനിയല്ല. ഈ ജീവാത്മാവിന് ഈ ശരീരത്തിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അപ്രൂവൽ ഉണ്ടെങ്കിലേ പറ്റൂ. ഭഗവാൻ ഒരിക്കലും ഒരു ജീവാത്മാവിനെ ഉപേക്ഷിച്ച് കളയുകയില്ല എന്ന് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. കാരണോദകശായി വിഷ്ണു
പ്രപഞ്ചത്തിനകത്ത്, ബ്രഹ്മാണ്ടത്തിന്റെ അകത്ത് ഗർഭോദകശായി വിഷ്ണു. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ഓരോ ജീവജാലങ്ങളുടെയും ശരീരത്തില് ആ ജീവനോടൊപ്പം ക്ഷീരോദകശായി വിഷ്ണു, മൂന്നാമത്തെ ഭഗവാൻ, വിഷ്ണുവിന്റെ അവതാരം, അതായത് മൂന്നാമത്തെ വിഷ്ണു. ഇങ്ങനെ 3 പേര്. പരമാത്മ എന്ന് നമ്മൾ പറയുന്നത് എന്താണ് പറയുന്നത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. പരമാത്മാ എന്ന്, പരമാത്മേതി ഉദാഹൃത എന്ന് പറയുന്നു ഭഗവാൻ. പരമാത്മാവ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്ന് പറയുന്നു. അതാരാണ്? ഭഗവാൻ തന്നെയാണ്. റെബല്ലിയസ് ആയിട്ടുള്ള നമ്മള് എന്ത് ചെയ്യുന്നു? ഭൗതിക ലോകത്തിൽ വരുന്നു. പക്ഷെ ഭഗവാൻ നമ്മളെ ഭൗതിക ലോകത്തിൽ തനിച്ചാക്കുന്നില്ല. നിങ്ങൾ ഏത് ജീവൻ സ്വീകരിച്ചാലും, ഏത് ശരീരം സ്വീകരിച്ചാലും നമ്മളോടൊപ്പം ഒരു അണുവിട നമ്മളോട് എന്ത് ചെയ്യാതെ, പിണങ്ങാതെ ഭഗവാൻ അവിടെ തന്നെ ഇരിക്കുന്നു. നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നില്ല എന്ന് മാത്രമേ. കാരണം നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ മഗ്നരായിട്ടിരിക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഈശ്വരനാണ്, അഹം ഭോക്താഹം, ഈശ്വരാഹം, സിദ്ധാഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അഹംകാരം, ഐ മീ മൈസെൽഫ് അല്ലെങ്കിൽ ഐ മീ മൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാനാണ് ഈ ശരീരത്തിന്റെ ഉടമ, ഞാനാണ് ഈ വീടിന്റെ ഉടമ, ഞാനാണ് ഈ ഭാര്യയുടെ ഉടമസ്ഥൻ, ഞാനാണ് ഈ ഭർത്താവിന്റെ ഉടമസ്ഥൻ, ഞാനാണ് ഈ മക്കളുടെ ഉടമസ്ഥൻ, ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ, ഞാൻ പറയുന്നതിനനുസരിച്ചാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്നുള്ള ഈശ്വരത്വം എന്ന് പറയുന്ന ആ ഒരു അഹങ്കാരം കാരണം എന്ത് ചെയ്യുന്നില്ല നമ്മൾ? ഭഗവാൻ നമ്മളുടെ ശരീരത്തിൽ നമ്മളോടൊപ്പം പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നത് അറിയുന്നതേയില്ല. അദ്ദേഹത്തിന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ഇത്ര നാളായി ഞാൻ ഇവിടെ ഇരിക്കുന്നു, നീ എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നുണ്ടോ? ഇല്ല, ഭഗവാൻ ഒരിക്കലും ഉപേക്ഷിച്ച് പോവുകയില്ല. സുഹൃതം സർവഭൂതാനം എന്ന് പറയാൻ ആകെപ്പാടെ അധികാരം ഭഗവാന് മാത്രമാണ്. ഒരു സുഹൃത്തും നമ്മുടെ കൂടെ അത്ര ജന്മങ്ങളിൽ വരൂല. ഈ ജന്മത്തിലുള്ള സുഹൃത്തുക്കൾ നമുക്കറിയാം, ചില സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വരികയില്ല. ഭഗവാനാണ് സുഹൃദ്. സുഹൃദ് എന്ന പേരിന്റെ അർത്ഥമേ അദ്ദേഹം തന്നെയാണ്, ഹൃദയത്തിലിരിക്കുന്നവൻ. അങ്ങനെ ഇരിക്കാൻ വാസുദേവന് മാത്രമേ കഴിയുകയുള്ളൂ. ക്ഷീരോദകശായി വിഷ്ണു. ഈ ഒരു ശ്ലോക, അതായത് ഇൻ ദ ബിഗിനിങ് ഓഫ് മെറ്റീരിയൽ ക്രിയേഷൻ, ഭൗതിക സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവൻ അദ്ദേഹത്തിന്റെ സർവ്വ അതിശായിയായ ആന്തരിക ശക്തിയാൽ കാര്യകാരണ ശക്തികളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന്റെ ആൻസർ, അല്ലെങ്കിൽ എന്താണ് പുരുഷാവതാരത്തിന്റെ ലക്ഷ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് പുരുഷാവതാരം? ഭഗവാൻ തന്നെ ഈ സൃഷ്ടിക്ക് എന്തിനാണ് സൃഷ്ടി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? നമുക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടി, ഭഗവാന് വേണ്ടിയിട്ടല്ല സൃഷ്ടി. നമ്മളെ ഒരു ജയിലിൽ തള്ളി അട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു ഏകാധിപതി എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റും ശരിയും വന്നിട്ട് അളന്ന് മുറിച്ച് നോക്കി നമുക്ക് ശിക്ഷ വിധിക്കുന്ന ഒരു ഏകാധിപതി അല്ല ഭഗവാൻ. സുഹൃതം സർവഭൂതം. അദ്ദേഹത്തിന് വിഷമമുണ്ട്. എന്താണ് വിഷമമുണ്ട് അദ്ദേഹത്തിന്? എന്നെ മറന്ന് ഇവർ വന്നിട്ട് ഭൗതിക പ്രകൃതിയിൽ ആനന്ദിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവർക്ക് എന്നെ കൂടാതെ ആനന്ദിക്കാൻ പറ്റുകയില്ല എന്ന് എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല? ആ ഒരു വിഷമം, അല്ലെങ്കിൽ നമ്മൾ, അദ്ദേഹത്തിന് എത്രയോ ജീവാത്മാക്കൾ അവിടെ ഉണ്ട്, ഇവിടെ ആധ്യാത്മിക ലോകത്തില്. അവരൊക്കെ പോരെ, എന്തിനാണ് നമ്മൾ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഞാൻ എന്ന ജീവാത്മാവിന് ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന ഒരു പ്രത്യേക ബന്ധമാണ്. ഇനിയൊരു ജീവാത്മാവിന് ആ ബന്ധം അദ്ദേഹത്തിന്, ഞാൻ കൊടുക്കുന്ന ആ ഒരു, എൻ്റെ ആ ഒരു ലവിങ് സർവീസ് കൊണ്ട് ഭഗവാൻ അനുഭവിക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഒരാൾക്കത് കൊടുക്കാൻ പറ്റില്ല. ഇനി ഒരാൾക്കത് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ജീവാത്മാക്കൾക്കും ഭഗവാനോട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തനിയെ വിട്ടിട്ട് പോകുന്ന ഒരു ക്രൂരനായിട്ടുള്ള വ്യക്തി അല്ല ഭഗവാൻ. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ തന്നെ ചോയ്സാണ്, എൻ്റെ ചോയ്സാണ്. ഭൗതിക ലോകത്തിൽ വരണമെന്നുള്ളത് എൻ്റെ ചോയ്സാണ്. ഇങ്ങനെ ഇന്ന ആസ്വാദനം ചെയ്യണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെ അനുഭവിക്കണം. കാരണം എന്താണ്? എവറി ആക്ഷൻ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രതികർമ്മങ്ങൾ കാണും. ലോ ഓഫ് നേച്ചർ, ലോ ഓഫ് കർമ്മ, ഇതെല്ലാമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് ഇത് മനസ്സിലാക്കണം. എല്ലാത്തിനും ഭഗവാനെ കുറ്റം പറയുന്നതിന് പകരം
ഭഗവാൻ അല്ല ഇതിനെല്ലാത്തിനും കാരണം, എന്റെ ചോയ്സ് ആണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം അതാണ്. സ ഏവേദം സസരജാഗ്രേ ഭഗവാൻ ആത്മമായയ സദ് അസദ് രൂപായ ചാസൗ ഗുണമയ ഗുണോ വിഭുഹു. ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. എന്തിനാണ് ഭൗതിക പ്രപഞ്ചം ഭഗവാൻ സൃഷ്ടിക്കുന്നത് എന്നും എന്തിനാണ് ഭഗവാൻ പുരുഷ അവതാരങ്ങൾ എടുക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായി. 3 പുരുഷാവതാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കാരണ ഉദകശായി വിഷ്ണു, ഗർഭ ഉദകശായി വിഷ്ണു, അടുത്തത് ക്ഷീര ഉദകശായി വിഷ്ണു. ഇവരെല്ലാവരും വന്നിട്ട് എന്താണ്? സൂപ്പർ സോൾ ആണ്. ഇവരുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ, നമ്മളൊക്കെ ഈശ്വരനാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കും. എന്താണ്, പക്ഷെ നമുക്ക് എന്തെങ്കിലും ആസ്വദിക്കണം എന്നുണ്ടെങ്കിലും ഭഗവാന്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മളുടെ കയ്യും കാലും പ്രവർത്തിക്കുന്നുണ്ട്, നമ്മളുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ മുന്നിൽ കാണുന്ന ഭക്ഷണം എടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ പെർമിഷൻ വേണം. ഒരു തവണ ഈ പെർമിഷൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുകയില്ല, കൈ പ്രവർത്തിക്കുകയില്ല. സ്ട്രോക്ക് എന്താണ്, അത് നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ആവശ്യത്തിനും നമ്മൾക്ക് ഈശ്വരൻ തന്നെ വേണം. പക്ഷെ നമ്മളെല്ലാവരും അഹങ്കാരം കൊണ്ട് എന്താണ് മതിച്ച് എന്ത് ചെയ്യുന്നു, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈശ്വരനെ കുറ്റം പറയുന്നു. എല്ലാം നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്, നമ്മളുടെ കർമ്മത്തിന്റെ പ്രതിപ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മൾ ഭൗതിക ലോകത്തിൽ വന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ തെറ്റിദ്ധാരണ പാടേ നീങ്ങും, ഭഗവാനോടുള്ള തെറ്റിദ്ധാരണ നീങ്ങും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും അവസാനത്തെ ശ്ലോകം അതായത് അടുത്ത 2 ശ്ലോകങ്ങൾ 31, 32, 33. ഇത് 3 ഈ ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, കാരണോദകശായി വിഷ്ണു ഇവരെ കുറിച്ച് വിവരിക്കുന്നതാണ്. 31st ശ്ലോക. തയാ വിലസിതേഷ്വേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിത. എന്താണ് പറയുന്നത്? ആഫ്റ്റർ ക്രിയേറ്റിംഗ് ദ മെറ്റീരിയൽ സബ്സ്റ്റൻസ്, ദ ലോർഡ് എക്സ്പാൻഡ്സ് ഹിംസെൽഫ് ആൻഡ് എൻറ്റേഴ്സ് ഇൻടു ഇറ്റ്. ഗർഭോദകശായി വിഷ്ണു. And although he is within the material modes of nature and appears to be one of the created beings, he is always fully enlightened in his transcendental position. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗർഭോദകശായി വിഷ്ണു ഈ ബ്രഹ്മാണ്ടത്തിനുള്ളിലാണെങ്കിലും അദ്ദേഹം ഈ ഭൗതിക പ്രകൃതിക്ക് അധീനനല്ല എന്നാണ്. അടുത്ത ശ്ലോകം. യഥാഹി അവഹിതോ വഹ്നിർ ദാരുഷ്വേകസ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. എന്താണ് പറയുന്നത്? The Lord as super soul pervades all things. ക്ഷീരോദകശായി വിഷ്ണു. Just as fire permeates wood, and so he appears to be of many varieties, though he is the absolute one without a second. അപ്പൊ നിങ്ങൾ ചോദിക്കും, പരമാത്മാവ് എല്ലാ ശരീരത്തിലും ഉണ്ടെങ്കിൽ ഭഗവാൻ ഒരു പേപ്പറിനെ കീറി പല 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 കഷ്ണങ്ങളായിട്ട് മൂർച്ച് പറത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പേപ്പർ ഇല്ലാണ്ടാകുന്നത് പോലെ ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഈശ്വരന് രൂപമില്ലാതാകുന്നു എന്ന് പറയുന്നില്ല. നോക്കൂ, ഇവിടെ ഈ ശ്ലോകത്തിൽ 32ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? Although he appears to be of many varieties, he is the absolute one without a second. ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ഇല്ലാണ്ടായി പോകുന്നില്ല. 32ാമത്തെ ശ്ലോകം. 33ാമത്തെ ശ്ലോകം. അസൗ ഗുണമയീർ ഭാവേർ ഭൂത സൂക്ഷ്മേന്ദ്രിയാത്മഭി സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. The super soul enters into bodies of the created beings who are influenced by the modes of material nature and causes them to enjoy the effect of these modes by the subtle mind. ഇതാണ് ക്ഷീരോദകശായി വിഷ്ണു എന്ന് പറയുന്നത്, അതായത് പരമാത്മ എന്ന് പറയുന്നത്, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ. ഏറ്റവും അവസാനത്തെ ശ്ലോകം. ഭാവയാത്യേഷ സത്വേന ലോകാൻ വൈ ലോക ഭാവനഃ ലീലാവതാരാനുരതോ ദേവതിര്യന്നരാദിഷു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Thus the Lord of the universe maintains all planets inhabited by demigods, men and lower animals. Assuming the roles of incarnations, he performs pastimes to reclaim those in the mode of pure goodness. ഈ ശ്ലോകം നമുക്ക് ഇന്ന് അവസാനത്തെ ശ്ലോകമായിട്ട് വയ്ക്കാം.
ഇത് നമ്മൾക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകം എന്ന് പറയുന്നത് എന്തിനാണ് ഭഗവാൻ അവതാരം എടുക്കുന്നത് എന്നതിനുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് 34ാമത്തെ ചോദ്യം. എന്തിനാണ് ഭഗവാൻ അവതാരം എടുക്കുന്നത് എന്നതിന്റെ ഉത്തരമാണ് ഈ 34ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത വ്യാഴാഴ്ച ഉണ്ടായിരിക്കുന്നതാണ്.